എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് പേര് ഈസി ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പിക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ബീറ്ററൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മിക്സിയിലാണ് ഞാനിവിടെ ഐസ്ക്രീം ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ ഐസ്ക്രീം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബാക്കി വരുന്ന ചോറ് വെച്ചിട്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഇനി ചോറില്ലെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഞാൻ ഈ വീഡിയോയുടെ ഉള്ളിൽ പറയുന്നുണ്ട്. അപ്പോൾ അധികം താമസിയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. മട്ടരിയുടെ ചുവന്ന ചോറാണ്. നിങ്ങൾക്ക് വെളുത്ത കളറിലുള്ള ചോറും എടുക്കാവുന്നതാണ്. ബസ്മതി അരിയോ സോനാ മസൂരി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചിട്ടുള്ള പാലാണ്. പിന്നെ വേണ്ടത് പഞ്ചസാര. ഇത് നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് വേണം. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള വാനില ചേർത്ത പഞ്ചസാരയാണുള്ളത്. അപ്പോൾ ഞാനത് 1 ടീസ്പൂൺ ചേർക്കും. വാനില എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമാണ്. ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പാൽപ്പാട എടുക്കാവുന്നതാണ്. ഇത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ്. ഇതിൽ ചേർക്കണമെന്ന് ഒരു നിർബന്ധം. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറും പാലും എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചോറ് കൂടാതെ നമ്മൾ പഞ്ചസാര, പാല് അതൊക്കെ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇതിൽ കുറവോ കൂടുതലോ വരുത്താവുന്നതാണ്. അപ്പോൾ ഐസ്ക്രീം ആയതുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിക്കാനായിട്ട് ടേസ്റ്റ് വരുള്ളൂ. ഇത് നിങ്ങൾക്ക് കുറച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കുക്കിംഗ് പ്രോസസ്സ് ഒന്നുമില്ല. നമ്മളെല്ലാം മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഈ വാനില ചേർത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വാനില എസൻസ് ആണെങ്കിലും 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും ലൂസിലാണ് ഉള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെങ്കിൽ പാല് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു ബൗളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ക്രീം അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു 300 ml വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പാട കുറേ ദിവസത്തെ എടുത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നിർത്തി വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് ബീറ്റ് ആകുവാണെങ്കിൽ ഇത് ബട്ടറായി പോകും നമ്മുടെ ഈ ക്രീം. അതുകൊണ്ട് ഇത് സ്റ്റിഫ് ആകുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ മിക്സി ഓഫ് ആക്കുക. അപ്പോൾ നിങ്ങൾ നിർത്തി നോക്കുക. ഇതിപ്പം ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമ്മളിപ്പം മിക്സി ഇങ്ങനെ ചരിക്കുമ്പോൾ അത് അതിൽ നിന്ന് വരരുത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി ഇത് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചോറിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ ഈ ക്രീം നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ പാൽപ്പാടയാണ് എടുക്കുന്നതെങ്കിൽ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. വെണ്ണയാകുന്നതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഈ ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ക്രീം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി മിക്സിയിലിട്ട് അടിക്കരുത്, കാരണം നമ്മളിത് ഒരുപാട് ബീറ്റായി പോവുകയാണെങ്കിൽ ഇത് ബട്ടറായി പോവും. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക.
ഇതിപ്പോൾ അത്യാവശ്യം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് സെറ്റാകുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കണ്ടെയ്നറിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഞാനിവിടെ ഫ്രീസർ സേഫ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഫ്രീസറിൽ യൂസ് ചെയ്യുന്ന പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് പൊതിയുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐസ് ഫോം ചെയ്യില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ ഒരു 5 മണിക്കൂർ ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് വെച്ചിട്ടുള്ള ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു നോക്കുകയാണെങ്കിൽ ഇതിൽ ചോറ് ചേർത്തിട്ടുണ്ടെന്ന് പറയുകയില്ല. ഞാനിവിടെ ചുമന്ന ചോറാണ് ചേർത്തിട്ടുള്ളത്, എങ്കിൽ കൂടി അതിൻ്റെ ടേസ്റ്റ് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഐസ്ക്രീം. അപ്പോൾ ഇതിൽ പാൽപ്പാട മാത്രം നിങ്ങൾ കുറച്ചെടുത്ത് വെച്ചാൽ മതി ഫ്രഷ് ക്രീം കിട്ടാത്തവർക്ക്. അപ്പോൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വളരെ ഈസി ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഐസ്ക്രീം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ചോറില്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ പാലിലൊന്ന് കുറുക്കിയതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ രീതിയിലുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്